നമസ്കാരം. നമ്മൾ എടുക്കാൻ പോകുന്ന പ്ലസ് ടു കെമിസ്ട്രിയിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള സോളിഡ് സ്റ്റേറ്റിന്റെ ഒരു എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതിന്റെ മൂന്നാം ഭാഗമാണ് ഈ വീഡിയോ. ആദ്യത്തെ 2 ഭാഗങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കോമ്പൗണ്ട് വിത്ത് ക്യൂബിക് സ്ട്രക്ചർ ഈസ് മെയ്ഡ് ഓഫ് എലമെന്റ്സ് എക്സ് ആൻഡ് വൈ. എക്സ് ആറ്റംസ് ആർ അറ്റ് ദി കോർണേഴ്സ് ഓഫ് ദി ക്യൂബ് ആൻഡ് വൈ ആറ്റംസ് ആർ അറ്റ് ദി ബോഡി സെന്റർ. റൈറ്റ് ദി സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതിന്റെ ക്യൂബിക് സ്ട്രക്ചർ ആണ്. അവിടെ 2 എലമെന്റുകളാണുള്ളത്, എക്സും വൈ എന്ന് പറഞ്ഞ 2 എലമെന്റ് ഉണ്ട്. എക്സ് എന്ന് പറയുന്ന ആറ്റംസ് അതെവിടെയാണുള്ളത്? കോർണറിലും ഉണ്ട്. വൈ ആറ്റംസ് ആണത് ബോഡി സെന്ററിലും ഉണ്ട്. അതിന്റെ ഫോർമുല കാണണം. അപ്പൊ ഒരു കോമ്പൗണ്ടിന്റെ ഫോർമുല കാണുക എന്ന് പറയുകയാണെങ്കിൽ അതിനകത്തുള്ള എലമെന്റുകളുടെ എണ്ണം കാണുക എന്നുള്ളതാണ്. എണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതിന്റെ ഫോർമുല പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ പറഞ്ഞുള്ളത് എക്സ് ആറ്റംസ് കോർണറിലാണ്. അതായത് ഈ പറഞ്ഞ യൂണിറ്റ് സെല്ല്, ക്യൂബിക് യൂണിറ്റ് സെല്ല് കോർണറിൽ എക്സ് എന്ന് പറയുന്ന ആറ്റംസ്, അങ്ങനെ 8 കോർണർ ഉണ്ട്. 8 കോർണറിൽ നമുക്ക് എക്സ് എന്ന് പറയുന്ന ആറ്റത്തിന് കാണാൻ സാധിക്കും. ഇനി വൈ എന്ന് പറയുന്ന ആറ്റം ഉള്ളത് എവിടെയാണ്? ബോഡി സെന്ററിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് കോർണറിലും ബോഡി സെന്ററിലും പാർട്ടിക്കിൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യൂബിക്കിനെ നമുക്ക് വിളിക്കാം ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, ഈ ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിന്റെ അകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, അതിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരിക്കും? 2 ആണെന്ന് അറിയാം. അതായത് എക്സിന്റെയും വൈയുടെയും എണ്ണം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 ആണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ BCCനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് ആരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ് കൂടെ എല്ലാവരും കാണുക, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പറയുന്നത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇവിടെ ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ അകത്ത് 8 കോർണറിലും ആറ്റംസ് ഉണ്ട്, എക്സ് എന്ന് പറയുന്ന ആറ്റംസ് ഉണ്ട്. പക്ഷെ ഒരു കോർണറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ ആറ്റത്തിന്റെ 1/8 പോർഷൻ മാത്രമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഈ ഒരു 1/8 പോർഷൻ മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിന്റെ അകത്തേക്ക് വരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തൊട്ടടുത്ത യൂണിറ്റ് സെല്ലായിട്ട് എന്ത് ചെയ്ത് ഷെയർ ചെയ്ത് കിടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു കോർണറിൽ നിന്ന് നമുക്ക് എത്ര കിട്ടുള്ളൂ? 1/8 മാത്രമേ കിട്ടുള്ളൂ. അങ്ങനത്തെ 8 കോർണർ ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എക്സിന്റെ എണ്ണം കണ്ടെത്താൻ പറ്റും? നോക്കൂ, സിൻസ് എക്സ് ആറ്റംസ് ആർ അറ്റ് ദി കോർണേഴ്സ്, therefore number of atoms is equal to 1/8 into 8 equal to 1. അപ്പൊ എക്സ് എന്ന് പറയുന്ന ആറ്റം ഒരു കോർണർ നമുക്ക് എത്ര കിട്ടും? 1/8 ആണ് കിട്ടുന്നത്. അങ്ങനത്തെ 8 കോർണർ ഉണ്ട്. അപ്പൊ 1/8 into 8 is equal to എത്രയാണ്? 1. ഓക്കെ, അപ്പൊ കോർണറിൽ നിന്ന് 1/8 കിട്ടും എന്നുള്ള കാര്യം ആലോചിച്ചിരിക്കുക. ഇനി അടുത്തത് വൈ എന്ന് പറയുന്ന ആറ്റം എവിടെയാണുള്ളത്? ബോഡി സെന്ററിലാണ്. ബോഡി സെന്ററിൽ ഇരിക്കുന്ന ഒരു ആറ്റം വേറെ ഒരു യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ആ ഒരു ആറ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അത് 1 ആണ്. അപ്പൊ എക്സും ഒരെണ്ണാണുള്ളത്, വൈയും ഒരെണ്ണാണുള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് അവരെ ഫോർമുല എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് വൈ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ക്ലോസ് പാക്കിംഗ്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇഫ് n spheres are there in a close packing, what is the total number of tetrahedral and octahedral voids present in it? നമുക്ക് ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ക്ലോസ് പാക്കിംഗ് എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് അറിയണം. ക്ലോസ് പാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസിനെ വളരെ അടുത്ത് അറേഞ്ച് ചെയ്യുക. ഒരു സോളിഡിന്റെ അകത്ത് പാർട്ടിക്കിൾസിനെ വളരെ അടുത്ത് അറേഞ്ച് ചെയ്ത് വിളിക്കുന്നവരാണ് ക്ലോസ് പാക്കിംഗ്. അപ്പൊ 3 തരം ക്ലോസ് പാക്കിംഗ് പഠിക്കാനുണ്ട്. 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്, 2 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്, 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ്. ഇതിന്റെ അകത്ത് അറിയേണ്ട ഒരു കാര്യം, ഇത് 3 സ്റ്റേജസ് ആണ്. അതായത് 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് കഴിഞ്ഞിട്ട് 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് നിന്നും ആരുണ്ടാവുന്നു? 2 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് ഉണ്ടാവുന്നു. ഈ 2 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് നിന്നും ആരുണ്ടാവുന്നു? 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ടാവുന്നു. നമുക്ക് ആദ്യം 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് നോക്കാം. 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് എന്ന് വെച്ചാൽ ഒരൊറ്റ വഴിയിലൂടെ മാത്രം അറേഞ്ച് ചെയ്യുന്നത്. ഇത് 1 വേ ഓഫ് അറേഞ്ച്മെന്റ് ആണ്. ഇങ്ങനെ മാത്രം അറേഞ്ച് ചെയ്യുക, ലീനിയർ ആയിട്ട് അറേഞ്ച് ചെയ്ത് പോകുന്നു. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഏതൊരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 2 നൈബേഴ്സ് ഉണ്ടായിരിക്കും. ആ നൈബേഴ്സിന്റെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. അപ്പൊ ഇവിടുത്തെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 2. ഇതിൽ ഏതൊരു സ്ഫിയർ എടുത്താലും 2 നൈബേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. ഈ അറ്റത്തുള്ള 2 നോക്കണ്ട, അത് നമ്മൾ ഒരു ടെർമിനേറ്റിംഗ് പോയിന്റ് ആണ്. അവിടെ ഒഴിച്ച് ബാക്കി എല്ലാ കേസിലും എത്ര വരുന്നു? കോർഡിനേഷൻ നമ്പർ 2 ആണ് വരുന്നത്. അപ്പോൾ 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 2 ആണ് എന്ന് അറിഞ്ഞിരിക്കാം. അടുത്തത് 2 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് ആണ്. അതില് 2 തരത്തിൽ അറേഞ്ച് ചെയ്യാം. ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ. ഇവിടെ നമ്മൾ ആദ്യം ഒരു ലെയർ വയ്ക്കുന്നു. 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിങ്ങിലെ പോലെ ആദ്യം ഒരു ലെയർ വെച്ചു. അതിനോട് ചേർന്നിട്ട് അടുത്തൊരു ലെയർ വയ്ക്കുന്നു. അപ്പൊ എന്താണ് പ്രത്യേകത? ഇവിടെ ഒരു സ്പിയറിന്റെ തൊട്ടു മുകളിലായിട്ടാണ് അടുത്ത സ്പിയർ വയ്ക്കുന്നത്, അല്ലെ? സൈഡിൽ ചേർത്തിട്ട് വയ്ക്കുകയാണ്. ഇത് 2 ഡയമെൻഷൻ ആണ്. അപ്പൊ ഒരു പ്ലെയിനിലാണ് ഉണ്ടാവുക. അപ്പൊ ഒന്നിന്റെ
തൊട്ട് സൈഡിൽ അടുത്ത് വയ്ക്കുന്നു, അതിനോട് ചേർന്നിട്ട് അടുത്ത് വയ്ക്കുന്നു. അതായത് ഇതെല്ലാം നേരെയാണ് വരുന്നത് അല്ലെ. ഇവിടുത്തെ എല്ലാ ഒരു ലൈനും നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാ ലെയറും നോക്കിക്കഴിഞ്ഞാൽ ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവരെ എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിലേത് ഒരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ, ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ചുറ്റിലും 4 പാർട്ടിക്കിൾസിനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ പോലെ വരും. അതുകൊണ്ട് നമുക്ക് അവരെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. ഒപ്പം കോർഡിനേഷൻ നമ്പർ എത്രയായിരിക്കും? 4 ആയിരിക്കും. അടുത്തതാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഈ ഫിഗറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അതിന്റെ ഡിഫറൻസ്. അതായത് 2 സ്പിയറിന്റെ ഇടയിൽ അല്ലെ നടുഭാഗത്താണ് എന്ത് ചെയ്യുന്നത് അടുത്ത സ്പിയർ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇത് രണ്ടിന്റെയും നടുഭാഗത്തായിട്ടുള്ള കിട്ടുന്ന സ്പേസിലാണ് അടുത്ത് വെച്ചിട്ടുള്ളത് അല്ലെ. പൊതുവെ നമ്മൾ ഇങ്ങനെയായിരിക്കും നമ്മൾ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ പൊതുവെ കണ്ടുപരിച്ചുള്ള അറേഞ്ച്മെന്റ് ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒരു സ്പിയർ എടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റിലും 6 സ്പിയേഴ്സ് കാണാൻ പറ്റും അല്ലെ. അതെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ഹെക്സഗണിന്റെ ഷേപ്പ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇവരെ വിളിക്കാം ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് ലെയറിനെ പോലെയല്ല സെക്കൻഡ് ലെയർ. അതുപോലെ ഇനി തേർഡ് ലെയർ വരുന്നത് എങ്ങനെയാണ്? ഫസ്റ്റിനെ പോലെയാണ് അല്ലെ. നമുക്ക് എന്ത് പറയാം? എ ബി ടൈപ്പ് അറേഞ്ച്മെന്റ് എന്നോട് പറയാം. അതായത് ഫസ്റ്റത്തെ ലെയറും തേർഡ് ലെയറും സെയിം ആണ്, സെക്കൻഡ് ലെയറും ഫോർത്ത് ലെയറും സെയിം ആണ്. അടുത്ത നമുക്ക് ക്ലോസ് പാക്കിംഗ് ഇൻ 3 ഡയമെൻഷൻസ് നോക്കാം. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് മെയിൻ ആയിട്ടും 3 തരത്തിലുണ്ട്. അത് ഒന്നാമത്തെയാണ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയേഴ്സ്. അതായത് ഇങ്ങനെ ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ചെയ്യുന്ന സമയത്ത് ഇതിലത്തെ എല്ലാ ലെയറും സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയേഴ്സ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഇതാണ് സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയേഴ്സ്. ഇതുപോലെയായിരിക്കും ഇതിലത്തെ ഓരോ ലെയറും ഉണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഫസ്റ്റ് ലെയറിന്റെ അകത്തുള്ള എല്ലാ സ്പിയറിനും തൊട്ടുമീതെ ആയിരിക്കും രണ്ടാമത്തെ ലെയറിന്റെ അകത്തുള്ള സ്പിയേഴ്സ് വരുന്നത്. അതിന് തൊട്ടുമീതെ ആയിരിക്കും മൂന്നാമത്തെ ലെയറിലുള്ള അകത്തുള്ള സ്പിയേഴ്സ് വരുന്നത്. അതായത് ഇവിടുത്തെ എല്ലാ ലെയേഴ്സും കാണാനായിട്ട് ഒരുപോലെയാണ്. അതായത് എല്ലാ ലെയറുകളും ആരാണ്? സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയേഴ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം അതിനെ എ ടൈപ്പ് പാറ്റേൺ എന്ന് പറയാം. അതായത് എല്ലാ ലെയറും ഒരുപോലെയാണ്. നമുക്ക് ഇതിനെ എന്ന് കൊടുത്താൽ ഇതും എ തന്നെയാണ്, തൊട്ട് മേലത്തും എ തന്നെയാണ്. അതിന് എല്ലാ ലെയറും ഒരുപോലെ വരുന്നു അല്ലെ. അപ്പൊ സെക്കൻഡ് ലെയർ ആർ പ്ലേസ്ഡ് എക്സാക്ട്ലി അബോവ് ദി ഫസ്റ്റ് ലെയർ ആൻഡ് തേർഡ് ലെയർ പ്ലേസ്ഡ് എക്സാക്ട്ലി അബോവ് ദി സെക്കൻഡ് ലെയർ ആൻഡ് സോ ഓൺ. ഇതുപോലെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഏതാണ്? എ ടൈപ്പ് പാറ്റേൺ. അതെങ്ങനെയാണ് കിട്ടുന്നത്? സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയേഴ്സ് ഒന്നിനും ഇത് ഒന്നായി അടുക്കി വെച്ചിട്ടാണ് ആരുണ്ടാക്കുന്നത്? ഈ ഒരു തരം ക്ലോസ് പാക്കിംഗ് ഉണ്ടാക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിന്റെ രണ്ടാമത്തെ ടൈപ്പാണ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലെയേഴ്സ്. അപ്പോൾ തൊട്ടു മുമ്പിലെ എക്സാമ്പിൾ നമ്മൾ കണ്ടത് അവിടെ എല്ലാ ലെയറുകളും സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയേഴ്സ് ആയിരുന്നു. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലെയേഴ്സ് വെച്ചിട്ടാണ്. അവിടെ അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 2 ലെയർ എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. ഫസ്റ്റ് ലെയർ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, അത് ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലെയർ ആണ്. അതിന് മുകളിൽ ഒരു ലെയർ വെച്ചു, അതും ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലെയർ ആണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലെയർ വെക്കുന്ന സമയത്ത് അത് 2 തരത്തിൽ നമുക്ക് മൂന്നാമത്തെ ലെയർ വെക്കാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ വീണ്ടും 2 തരംതിരിച്ചിട്ടുണ്ട്. അത് പറയുന്നതിനൊക്കെ മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയണം. അതാണ് വോയിഡ്. വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോസ് പാക്ഡ് ലെയറിന്റെ അകത്തുണ്ടാവുന്ന വാക്കന്റ് സ്പേസസ്. ദ വാക്കന്റ് സ്പേസ് ഇൻ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെന്റ് ഈസ് കോൾഡ് വോയിഡ്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇതിനകത്ത് കാണുന്ന ചില വാക്കന്റ് സ്പേസസ് ഉണ്ട് അല്ലെ. ഇതിനെയാണ് എന്തറിയപ്പെടുന്നത്? വോയിഡ് എന്ന് പറയുന്നത്. അത്തരത്തിൽ 2 വോയിഡുകളുണ്ട്. ഒന്ന് ടെട്രായിഡൽ വോയിഡ്. ടെട്രായിഡൽ വോയിഡ് എന്ന് പറഞ്ഞാൽ എ വോയിഡ് സറൗണ്ടഡ് ബൈ 4 സ്പിയേഴ്സ് ഇൻ ടെട്രായിഡൽ പൊസിഷൻ. അതായത് നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ നിങ്ങൾക്ക് ചില വോയിഡുകൾ ശ്രദ്ധിക്കാം. ഇവിടെ 3 ഈ ഒരു വോയിഡ് നോക്കാം. ഈ വോയിഡ് എത്ര വരെ ടച്ച് ചെയ്തിട്ടുണ്ട്? 3 സ്പിയേഴ്സ് മേലെയുണ്ട്, താഴെ ഒരു സ്പിയറും ഉണ്ട് അല്ലെ. അങ്ങനെ മൊത്തത്തിൽ 4 സ്പിയേഴ്സ് ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടെട്രായിഡൽ ഷേപ്പ് വരും. അതുകൊണ്ട് അവയെ ടെട്രായിഡൽ വോയിഡ് എന്ന് വിളിക്കുന്നു. ആ വോയിഡ് 4 സ്പിയേഴ്സ് ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ഇനി മറ്റൊരു വോയിഡ്, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു വോയിഡ്, ഈ വോയിഡ് 6 സ്പിയേഴ്സ് ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് 3 സ്പിയർ ഉണ്ട്, മേൽഭാഗത്ത് 3 സ്പിയർ ഉണ്ട്. അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഒക്ടായിഡൽ ഷേപ്പ് കിട്ടുന്നു. അപ്പൊ അതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. കാരണം ഇത് ആ ഒരു വോയിഡ് 6 സ്പിയേഴ്സ് ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഒക്ടായിഡൽ വോയിഡ് എന്ന് പറഞ്ഞാൽ. 2 തരം വോയിഡുകൾ, ടെട്രായിഡൽ വോയിഡും ഒക്ടായിഡൽ വോയിഡും. ഇനി നമുക്ക് ഇതിന് മേലെ തേർഡ് ലെയർ അറേഞ്ച് ചെയ്യുമ്പോൾ
തേർഡ് ലെയർ അറേഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് ഒന്നുകിൽ ടെട്രൈഡ് വോയിഡുകൾ മാത്രം കവർ ചെയ്ത് പോവാം. ടെട്രൈഡ് വോയിഡിന്റെ മുകളിൽ മാത്രമായിട്ട് പാർട്ടിക്കിൾസിനെ വെക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒക്ടൈഡൽ വോയിഡിന് മേലെ മാത്രമായിട്ട് വെക്കാൻ പറ്റും. ഇത്തരത്തിൽ 2 തരം അറേഞ്ച്മെന്റുകളുണ്ട്. അപ്പൊ ഒന്നുകിൽ നമുക്ക് ടെട്രൈഡ് വോയിഡിന്റെ മുകളിൽ മാത്രം വെക്കാം, അല്ലെങ്കിൽ ഒക്ടൈഡ് വോയിഡിന്റെ മുകളിൽ മാത്രം വെക്കാം. ഇത്തരത്തിൽ നമുക്ക് 2 അറേഞ്ച്മെന്റ് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, ഇതിനകത്ത് നമ്മൾ n പാർട്ടിക്കിൾസ് എടുത്ത് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഇത്തരത്തിൽ n പാർട്ടിക്കിൾസ് എടുത്തിട്ടാണ് ഈ ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എപ്പോഴും 2n നമ്പർ ഓഫ് ടെട്രൈഡ് വോയിഡുകളും അതുപോലെ n നമ്പർ ഓഫ് ഒക്ടൈഡ് വോയിഡും ഉണ്ടായിരിക്കും. അതായത് നമ്മളൊരു 100 പാർട്ടിക്കിൾ എടുത്തു എന്നിരിക്കാം. 100 പാർട്ടിക്കിൾ ഇതുപോലെ 100 സ്പിയേഴ്സ് എടുത്ത് അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ 100 സ്പിയേഴ്സ് എടുത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടി ടെട്രൈഡ് വോയിഡുകൾ അവിടെ രൂപപ്പെടും. 200 ടെട്രൈഡ് വോയിഡ് ഉണ്ടായിരിക്കും. എന്നാൽ ഇതിന്റെ അത്ര തന്നെ, നമ്മൾ എത്ര പാർട്ടിക്കിളാണ് എടുത്തത് അത്ര തന്നെ ആരുണ്ടായിരിക്കും, ഒക്ടൈഡൽ വോയിഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിൾസിനനുസരിച്ചാണ് ടെട്രൈഡ് വോയിഡുകളുടെയും ഒക്ടൈഡ് വോയിഡുകളുടെയും എണ്ണം ഉണ്ടാവുന്നത്. ഇവിടെ നമുക്ക് 2 വോയിഡുകൾ രൂപപ്പെടുന്ന കാണുന്നുണ്ട്. ടെട്രൈഡ് വോയിഡും കാണാൻ പറ്റും, അതുപോലെ ഒക്ടൈഡ് വോയിഡും കാണാൻ പറ്റും അല്ലെ. അത് എടുക്കുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം അനുസരിച്ച് ആ വോയിഡുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. എത്ര പാർട്ടിക്കിൾ എടുക്കുന്നു അതിന്റെ ഇരട്ടി ആരുണ്ടായിരിക്കും, ടെട്രൈഡ് വോയിഡ് ഉണ്ടായിരിക്കും. അത് അത്ര തന്നെ ആരുണ്ടായിരിക്കും, ഒക്ടൈഡ് വോയിഡ് ഉണ്ടായിരിക്കും. നമുക്ക് ഒരു കാര്യം കൂടെ ഇത് പഠിക്കാൻ എളുപ്പത്തിൽ നോക്കാം. അതായത് ടെട്രൈഡ് എന്ന് പറയുമ്പോൾ ടി ആണ് അല്ലെ, അപ്പൊ 2 ടൈംസ് എന്നും, ഒക്ടൈഡ് എന്ന് പറയുമ്പോൾ O ആണ്, അതായത് 1 ടൈംസും. നമ്മൾ എത്ര പാർട്ടിക്കിൾ എടുക്കുന്നു അതിന്റെ 2 ടൈംസ് ടെട്രൈഡ് വോയിഡും 1 ടൈംസ് ഒക്ടൈഡൽ വോയിഡും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഫ്രം 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്ക് ലെയേഴ്സ്. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, ഹെക്സഗണൽ ക്ലോസ് പാക്ക് ലെയേഴ്സ് വെക്കുന്ന സമയത്ത് ആദ്യത്തെ 2 ലെയർ ഡിഫറെന്റ് ആയിരിക്കും. തേർഡ് ലെയർ എങ്ങനെയാണോ അറേഞ്ച് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഫസ്റ്റ് 2 ലെയേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 തരം വോയിഡുകൾ രൂപപ്പെടുന്നു കണ്ടു കഴിഞ്ഞു, ടെട്രൈഡ് വോയിഡുകളും ഒക്ടൈഡ് വോയിഡും. അതിൽ തേർഡ് ലെയർ വെക്കുന്നത് ടെട്രൈഡൽ വോയിഡിന് മുകളിൽ മാത്രമാണെങ്കിൽ, ടെട്രൈഡ് വോയിഡിനെ മാത്രം കവർ ചെയ്തിട്ടാണ് തേർഡ് ലെയർ വെക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലുള്ള അറേഞ്ച്മെന്റ് ആണ് കിട്ടുന്നത്. അതായത് അവിടുത്തെ തേർഡ് ലെയറും ഫസ്റ്റ് ലെയറും ഒരുപോലെ ആയിരിക്കും, അതുപോലെ ഫോർത്ത് ലെയറും സെക്കൻഡ് ലെയറും ഒരുപോലെ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചുള്ളത്. തേർഡ് ലെയർ ആർ പ്ലേസ്ഡ് അബോവ് ദി ടെട്രൈഡ് വോയിഡ്സ് ഓഫ് സെക്കൻഡ് ലെയർ. അങ്ങനെ വരുമ്പോൾ എന്താവും, തേർഡ് ലെയർ ആർ വെർട്ടിക്കലി അബോവ് ദോസ് ഓഫ് ഫസ്റ്റ് ലെയർ അല്ലെ. തേർഡ് ലെയർ ഫസ്റ്റ് ലെയറിനെ പോലെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് പറയാം, എ ബി ടൈപ്പ് പാറ്റേൺ എന്ന് പറയാം. കാരണം അവിടെ 2 ലെയർ മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ അല്ലെ. തേർഡ് ലെയർ നമ്മൾ ടെട്രൈഡ് വോയിഡിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ, എ ബി പാറ്റേൺ കിട്ടുള്ളൂ. അതിന്റെ കോർഡിനേഷൻ നമ്പർ 12 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടുത്തെ ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ ചുറ്റിലും 12 സ്ഫിയേഴ്സിനെ കാണാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കാം. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അതിനെ ചുരുക്കി നമ്മൾ HCP എന്ന് പറയും. നമ്മൾ പൊതുവെ ഈ ഒരു പേരാണ് നമ്മൾ പൊതുവെ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാറുള്ളത്. അടുത്ത നമുക്ക് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ 2ാമത്തെ ടൈപ്പിലെ സെക്കൻഡ് കേസ് നോക്കാം. അതായത് കവറിംഗ് ഒക്ടൈഡൽ വോയിഡ്സ്. തേർഡ് ലെയർ വെക്കുന്നത് ഒക്ടൈഡൽ വോയിഡുകളുടെ മുകളിലാണെങ്കിൽ, അപ്പൊ ആദ്യത്തെ 2 ലെയർ വെച്ച് കഴിഞ്ഞാൽ അവിടെ വോയിഡ് രൂപപ്പെടും, ടെട്രൈഡ് വോയിഡും ഒക്ടൈഡൽ വോയിഡും. അതിൽ തേർഡ് ലെയർ വെക്കുന്നത് ഒക്ടൈഡൽ വോയിഡിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു അറേഞ്ച്മെന്റ് ആണ് കിട്ടുന്നത്. അവിടെ ഫോർത്ത് ലെയർ ഫസ്റ്റ് ലെയറിനോട് സിമിലർ ആയിരിക്കും. അതായത് ആദ്യത്തെ 3 ലെയർ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അവയെ എ ബി സി ടൈപ്പ് പാറ്റേൺ എന്ന് പറയാം. ഓക്കെ, തൊട്ടു മുമ്പിലാണെങ്കിൽ 2 ലെയർ ആണ് സിമിലർ ആയിരുന്നത്, അവനെ എ ബി പാറ്റേൺ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ലെയറും ഫോർത്ത് ലെയറും ആണ് സിമിലർ ആയിട്ടുള്ളത്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, അല്ലെങ്കിൽ ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്ന് പറയും. അപ്പൊ ഇത്തരത്തിൽ ഒരു അറേഞ്ച്മെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 2 ലെയർ കഴിഞ്ഞ് വരുന്ന അകത്ത് വോയിഡുകളിൽ നമ്മൾ ഒക്ടൈഡ് വോയിഡിന്റെ മുകളിൽ മാത്രം എന്ത് ചെയ്യുന്നു, പാർട്ടിക്കിൾസ് കവർ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത് അറിഞ്ഞിരിക്കാം. ഇവിടെയും കോർഡിനേഷൻ നമ്പർ 12 തന്നെയാണ്. ഇനി നമുക്ക് നമ്മൾ പഠിച്ച ക്ലോസ് പാക്കിംഗ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ക്ലോസ് പാക്കിംഗ് 3 തരത്തിലുണ്ട്. 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്, 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്, 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗിന്റെ അകത്ത് ഒരു തരത്തിലുള്ള അറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. അതിന് കോർഡിനേഷൻ നമ്പർ 2 ആണ്. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണെങ്കിൽ അവിടെ 2 തരത്തിൽ അറേഞ്ച് ചെയ്യാം, സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും. സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ് എങ്കിൽ കോർഡിനേഷൻ നമ്പർ 4 ആയിരിക്കും. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും. ഇനി 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ വീണ്ടും 2 തിരിച്ചിട്ടുണ്ട്. ഫ്രം
2-dimensional square close packed layers. സ്ക്വയർ ക്ലോസ് പാക്ഡ് ലെയേഴ്സ് മാത്രം ഉപയോഗിച്ച് അറേഞ്ച് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേര് എ ക്ലോസ് പാക്കിംഗ് എന്നായിരുന്നു. ഇനി 2-dimensional ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ലെയേഴ്സ് ഉപയോഗിച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും 2 തരത്തിൽ വരുന്നുണ്ട്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, അത് 3-dimensional അകത്തുള്ള ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്, ശ്രദ്ധിക്കണം. 2-dimensional അകത്ത് ഒരെണ്ണമുണ്ട്, 3-dimensional അകത്ത് ഒരെണ്ണമുണ്ട്. പക്ഷെ 3-dimensional അകത്തുള്ള ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ടും. അത് നമ്മൾ HCP എന്ന് പറയും. മറ്റേത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണ്. ഇത് എങ്ങനെ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് 2 ലെയേഴ്സ് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന വോയിഡുകളുടെ അകത്ത് ടെട്രൈഡ് വോയിഡ് മാത്രം കവർ ആയിട്ടാണ് ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ടാവുന്നത്. ഒക്ടൈഡ് വോയിഡ് മാത്രം കവർ ആയിട്ടാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഉണ്ടാവുന്നത്. ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗ് വിളിക്കുന്ന മറ്റൊരു പേര് AB ക്ലോസ് പാക്കിംഗ് എന്നും, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് അഥവാ CCP വിളിക്കുന്ന മറ്റൊരു പേര് ABC ക്ലോസ് പാക്കിംഗ് എന്നും പറയും. അപ്പൊ ഇവിടെ ചുരുക്കി പറയുന്ന പേര് കൂടെ അറിഞ്ഞിരിക്കണം. HCP ഹെക്സാഗണൽ ക്ലോസ് പാക്കിംഗും CCP ക്യൂബിക് ക്ലോസ് പാക്കിംഗുമാണ്. ക്യൂബിക് ക്ലോസ് പാക്കിംഗിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്ന്. നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ 2 elements P and Q. Atoms of Q as anions make HCP lattice and those of element P as cations occupy all the tetrahedral voids. What is the formula of the compound? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ടിൽ 2 എലമെന്റ്സ് ഉണ്ട്, പിയും ക്യൂവും. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയോൺ ആണ്. ആ ആനയോൺ ഇരിക്കുന്നത് എന്താണ്? HCP ലാറ്റേസിലാണ്. അതുപോലെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റയോണും, ആ കാറ്റയോൺ ഇരിക്കുന്നത് എല്ലാ ടെട്രോയിഡ് വേർഡുകളിലാണ്. ഫോർമുല വേണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇവരെ എണ്ണം അറിഞ്ഞാൽ മാത്രം, അവിടെയുള്ള ആറ്റംസിന്റെ എണ്ണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫോർമുല എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ആ പിയുടെയും ക്യൂവിന്റെയും എണ്ണം നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം അറിയേണ്ടത് HCP ലാറ്റേസിൽ ഇരിക്കുന്ന ആളും ഈ ടെട്രൈഡ് വേർഡ് തമ്മിൽ വലിയ ബന്ധമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അറേഞ്ച്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 2n നമ്പർ ഓഫ് ആരുണ്ടായിരിക്കും, ടെട്രൈഡ് വേർഡ് ഉണ്ടായിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, HCP ലാറ്റേസിന്റെ അകത്തുള്ള Q അത് n ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ടെട്രൈഡ് വേർഡ് എത്രയായിരിക്കും? 2n ആയിരിക്കും. ആ ടെട്രൈഡ് വേർഡിനകത്താണ് P ഇരിക്കുന്നത്. അപ്പൊ പിയുടെ എണ്ണം എത്ര തന്നെയായിരിക്കും? 2n ആയിരിക്കും. ഓക്കെ, അതായത് HCP ലാറ്റേസിലുള്ള Q നമ്മൾ n എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ ആയിരിക്കും ആരുണ്ടാവുക? ടെട്രൈഡ് വേർഡ്. ആ വോയിഡിനകത്താണ് ആയിരിക്കുന്നത്? P ഇരിക്കുന്നത്. അപ്പോൾ പിയുടെ എണ്ണം എത്രയായിരിക്കും? 2n ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ഫോർമുല എഴുതാം? ഇവിടെ P ആണ് കാറ്റയോൺ, അതുകൊണ്ട് ആദ്യം എഴുതുന്നു. Q ആനയോൺ ആണ്, അതുകൊണ്ട് രണ്ടാമത് എഴുതുന്നു. പിയുടെ എണ്ണം 2n ആണ്, ക്യൂവിന്റെ എണ്ണം n ആണ്. ഇവരൊരു റേഷ്യോ ഉണ്ട്. കോമൺ ആയിട്ട് ആര് വരുന്നു? n വരുന്നുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞാൽ എത്രയാണ്? 2 ഇവിടെ 1 എന്ന് വരും അല്ലെ? അപ്പൊ ഫോർമുല നമുക്ക് എന്ത് പറയാം? P2Q എന്ന് പറയാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് വിടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.